സുജിത്തേട്ടാ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരില്ലേ, മഞ്ജുള ചേച്ചി. എന്റെ ദൈവം. ഒരു മിനിറ്റ്. ഈ അനാശാസ്യവും അവിഹിതമൊക്കെ ആണെങ്കിൽ ദൈവം ഇത് പറയരുത്. കേട്ട് കേട്ട് മടുത്ത്. ചേട്ടാ, ഇത് അതൊന്നുമല്ല. സുജിത്തേട്ടനെ പറ്റിയാ അവര് പറഞ്ഞത്. എന്നെ പറ്റിയോ? എന്നോട് ചോദിച്ചു സുജിത്തേട്ടൻ എന്താ ജോലിന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അസോസിയേറ്റ് ആണ് എന്നൊക്കെ. അപ്പൊ എവിടെ എപ്പോഴും കാണാലോ ഈ ട്രൗസർ ഇട്ടിട്ട്, ഇപ്പൊ പണിയൊന്നും ഇല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തർ വിളിക്കും, അപ്പം പോയി ചെയ്തു കൊടുക്കുകയാണ് ചെയ്യാറെന്ന്. അപ്പൊ ഇങ്ങനെ പൈസയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു പൈസ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോ ഓരോരോ വർക്കിനനുസരിച്ചാണ് പൈസ എന്ന്. അപ്പം പറയാം, ഈ ബംഗാളികളോട് പറയുന്ന പോലെ ഈ ഒരു ബംഗാളി അവരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത്ര. ടെറസ് വൃത്തിയാക്കണമെങ്കിൽ 500, മുറ്റം വൃത്തിയാക്കണമെങ്കിൽ വേറെ 500, അങ്ങനെ എത്ര പറഞ്ഞ്. അതേപോലെ ആയിരിക്കൂലേ അവിടുത്തെ മുരളിയേട്ടൻ കൂട്ടിക്കൊണ്ടുവന്നുണ്ടായിരുന്നു. വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ബംഗാളി. അയാളെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്നു, എന്നിട്ട് പണി എടുപ്പിച്ചു, ഓരോ വർക്കിനനുസരിച്ച് പൈസ എന്ന് പറഞ്ഞു. അതുപോലെ ആയിരിക്കില്ലേ? എന്തോ പോലെ കേട്ടിട്ടെ. അതെ, ഒരു തരത്തില് ഈ മഞ്ജുള പറഞ്ഞത് കറക്റ്റാ. നമ്മൾ ഏകദേശം അതേമായി തന്നെയാണല്ലോ. ഒരു വർക്കിന് നമ്മളെ വിളിക്കുന്നു, നമ്മൾ പോകുന്നു, ചെയ്യുന്നു, അതിന്റെ കൂലി കിട്ടുന്നു. ശരിയാണ്. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയ ഒരു അവസ്ഥയിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സംഭവങ്ങൾ. അതല്ല, എനിക്കതല്ല സംശയം. ഈ സാധനം മഞ്ജുള പറഞ്ഞത് തന്നെയാണോ അതോ ഈ ഉണ്ടാക്കി ചോദിച്ചതോ? കൊച്ചു എല്ലാം കണ്ടുപിടിക്കും.